എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഏത്തപ്പഴം കിട്ടുമ്പോൾ പഴം പുഴുങ്ങിയോ പഴം പൊരിയോ ഏത്തപ്പഴം നിറച്ചതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അതിലും വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിനു വേണ്ടിയിട്ട് 3 ഏത്തപ്പഴം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് പഴുത്തുപോയ ഏത്തപ്പഴം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഏത്തപ്പഴമൊക്കെ ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കപ്പിലും ഒരു ചെറിയ കപ്പിലുമായിട്ടാണ് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ചെറിയ ബൗളിൽ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പോ 1/4 കപ്പോ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഈ തേങ്ങ ചിരകിയത് ഒരു 2 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റി ഇതൊന്ന് നന്നായിട്ട് ചൂടായി കിട്ടും. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇടത്തരം വലിപ്പമുള്ള 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം ചേർത്തതിന് ശേഷം ഇത് ചെറിയ തീയിലിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഏത്തപ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷവും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഏത്തപ്പഴം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ ചെയ്യുമ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഏത്തപ്പഴം റെഡിയായിട്ട് കിട്ടും. ഏത്തപ്പഴം ജസ്റ്റ് വേകുന്നത് വരെ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ പഴുത്ത് വരാൻ തുടങ്ങിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ ഇതുപോലെ ഇളക്കിയെടുക്കുന്ന സമയത്ത് ലൂസായിട്ട് വരും. അങ്ങനെ ലൂസായിട്ട് വരുവാണെങ്കിൽ ഒരു പിടി അവലും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി. ഈ കൂട്ട് നല്ല പാകത്തിന് സെറ്റായിട്ട് കിട്ടും. ഏത്തപ്പഴം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത്തപ്പഴത്തിൻ്റെ മധുരവും ഓരോരുത്തരുടെയും ടേസ്റ്റും അനുസരിച്ച് വേണം മധുരം ചേർത്ത് കൊടുക്കാൻ. അടുത്തതായിട്ട് ഇതിലേക്ക് 2-3 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ മധുരമുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏലക്കായും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഇതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റായിട്ട് കിട്ടും. അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് കളർ മാറുന്നതിന് മുമ്പ് തന്നെ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കിസ്മിസ് ചേർക്കുമ്പോഴും ഒരുപാട് വറക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് പെട്ടെന്ന് അടുപ്പത്ത് നിന്ന് മാറ്റാം. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഈ ഏത്തക്കയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പരുവാകുമ്പോൾ ഒന്ന് കുഴച്ചെടുക്കാം. ഈ കൂട്ട് ബോൾ രൂപത്തിലാക്കാൻ പറ്റുന്ന തരത്തിലൊന്ന് പൊടിച്ചെടുക്കണം. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ ഇത് ബോളുകളാക്കി എടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ ഒരുപാട് വലിപ്പം കൂടിപ്പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ ബോളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബാറ്ററും കൂടെ റെഡിയാക്കി എടുക്കണം. ബാറ്ററിന് വേണ്ടിയിട്ട് കുറച്ച് ഏത്തപ്പഴം മുറിച്ചത്, 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു 1/2 കപ്പ് വെള്ളം, 1 നുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. എടുത്തു വച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. സാധാരണയായിട്ട് നമ്മൾ ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം ഉപയോഗിക്കാറില്ല. ഇതുപോലെ ഏത്തപ്പഴം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ആ കോട്ടിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം അധികം താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം സ്നാക്കിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോളുകൾ ഓരോന്നായിട്ട് ഈ ബാറ്ററിലേക്ക് മുക്കി നല്ല ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അളവുകളൊക്കെ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇനി നമുക്ക് ബോളുകൾ ഓരോന്നായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുഴിയുള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാടെണ്ണം ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു 3-4 എണ്ണം മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് വേർപെടുത്തി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെയുള്ള സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം വറക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറംഭാഗം ഒന്ന് റെഡിയായിട്ട് വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഏത്തപ്പഴം കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. നമുക്കിത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.